ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ആ പാലിലെ ഉറക്ക ഗുളിക കലർത്തുകയാണ്. എന്നിട്ട് അവൾ മാറി നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ശ്രുതി അടുക്കളയിൽ കയറി ആ ഉറക്ക ഗുളിക കലർത്തിയ പാല് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ രേവതി അടുക്കളയിലോട്ട് വരുമ്പോൾ പാൽപാത്രത്തിൽ ഒരു തുള്ളി പാല് പോലും ഇല്ല. അങ്ങനെ അവൾ വേറെ പാക്കറ്റ് പാല് പൊട്ടിച്ച് അവൾ വീണ്ടും കാച്ചി സച്ചിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ നോക്കി നിൽക്കുകയാണ്. ആ പാലാണ് താൻ കലക്കിയ പാലാണ് അതെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും അവർ ആ പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ശ്രുതിയെ കാണാതെ, അതായത് മണിയറ പോലെ മുല്ലപ്പൂവൊക്കെ കയ്യിൽ ചുറ്റി കിടക്കയിൽ മുല്ലപ്പൂവൊക്കെ വിതറി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ശ്രുതി. അപ്പോൾ ആ ഉറക്ക ഗുളിക കലർത്തിയ പാൽ ഗ്ലാസുമായിട്ട് കാത്തിരിക്കുകയാണ്. ശ്രുതിയെ റൂമിലേക്ക് കാണാതെ വരുമ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ഇവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, സച്ചിയെയും രേവതിയെയും. അങ്ങനെ കൊണ്ടുപോയി വാതിലൊക്കെ അടച്ച് അവർ രണ്ടുപേരും പാല് പരസ്പരം ഷെയർ ചെയ്ത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ശ്രുതിക്കറിയില്ല ഇത് ആ പാലാണെന്നുള്ള കാര്യം. അതിനുശേഷമാണെങ്കിൽ രണ്ടുപേരും അല്പസമയത്തിനുള്ളിൽ തന്നെ രണ്ടുപേരും ഉറങ്ങിപ്പോവുകയാണ് അവിടെ കിടന്നിട്ട്. അതിനുശേഷം സച്ചിയും രേവതിയുമാണെങ്കിൽ സംസാരിച്ച് ഉറക്കഗുളിക കലർത്താത്ത പാൽ അവർ കുടിക്കുകയും അവരങ്ങനെ പരസ്പരം പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, പതുക്കെ പാട്, ഉറക്കത്തിലുള്ളവരൊക്കെ എഴുന്നേറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ അവിടെ ഓരോന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവരും ഉറങ്ങുകയാണ്. അതിരാവിലെ തന്നെ കുറേ നേരം വെളുത്തിട്ടും ശ്രുതിയും ഉറക്കം എഴുന്നേറ്റ് വരുന്നില്ല. അങ്ങനെ ചന്ദ്ര വാതിൽ തുറന്ന് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കുകയാണ്. ചന്ദ്ര റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ശ്രുതിയാണെങ്കിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഉറക്കമൊന്നും അങ്ങോട്ട് തെളിയാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. കയ്യിലാണെങ്കിൽ മുല്ലപ്പൂ മാല ചുറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ നാണക്കേട് പോലെ തോന്നുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഓ അത് ശരി, അപ്പോൾ അതായിരുന്നില്ലേ കാര്യം, നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കാൻ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞൊരു നാണത്തോടു കൂടി നമ്മുടെ ചന്ദ്ര അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചന്ദ്ര തന്നെ സംശയിച്ചല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതിക്കാകെ ദേഷ്യം വരികയും ശ്രുതിയോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇനി അടുക്കളയിലേക്ക് അങ്ങനെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞങ്ങനെ ശ്രുതിയെ വഴക്ക് പറയുകയാണ്. ശ്രുതിക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഭീഷണിപ്പെടുത്തുന്ന ആ PA ഉണ്ടല്ലോ, ആ PA നമ്മുടെ മീരയുടെ അരികിലേക്ക് വരികയാണ്, മീര താമസിക്കുന്ന സ്ഥലത്ത്. അങ്ങനെ മീരയുടെ അരികിലേക്ക് വന്നിട്ട് മീരയോട് പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ നീ അവളെ വിളിക്കണം, കല്യാണിയെ വിളിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എനിക്ക് പൈസ തരാൻ ആവശ്യപ്പെട്ടിട്ട് ഇത്ര നേരമായിട്ടും ഇത്ര സമയമായിട്ട് അവൾ പൈസ എനിക്ക് തന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നിന്നോട് വിളിക്കാനാ പറഞ്ഞത്, നിങ്ങൾക്ക് നാണമില്ലേ മറ്റുള്ളവരെ പറ്റിച്ചിങ്ങനെ ജീവിക്കാനായിട്ട് എന്ന് മീര PAയോട് ചോദിക്കുമ്പോൾ PA പറയുകയാണ്, അത് ശരി, ഒരു കുടുംബത്തെ തന്നെ പറ്റിച്ച് കഴിയുകയാണ് നിന്റെ കൂട്ടുകാരി കല്യാണി, അതൊന്നും നിനക്ക് കുഴപ്പമില്ലല്ലേ, പിന്നെ എൻ്റെ ജീവിതം തകർത്തത് അവളാണ്, അതുകൊണ്ട് എനിക്ക് ചെലവിന് തരേണ്ട ആവശ്യം അവൾക്കുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നീ വിളിക്കുന്നില്ലെങ്കിൽ വേണ്ട, അവളുടെ ഭർത്താവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ എന്നും പറഞ്ഞിട്ട് മീര നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതി അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ എങ്ങാണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കണേ കേൾക്കുമ്പോൾ ചന്ദ്ര വരികയാണ്. അപ്പോൾ ചന്ദ്ര കുറേ നേരമായല്ലോ ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ചെവിട്ടിൽ വെക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് മീരയാണ് സംസാരിക്കുന്നത്. എടി ദേ ആ PA വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇവളിങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്. ശ്രുതി ആരാ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അത് മോളുടെ കൂട്ടുകാരി മീരയാണ് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹലോ മീര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയം തന്നെ ആ PA ഫോൺ വാങ്ങി ചെവിട്ടിലേക്കുകയാണ്. അതെ കല്യാണി, ഞാൻ ഇവിടെയുണ്ട് മീരയുടെ അരികിൽ, നീ എന്തായി, എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ നീ തരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരണോ, സത്യങ്ങളൊക്കെ പറയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അരികിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായി പറയാനും പറ്റുന്നില്ല, ഒരു പേടിച്ച് ഭയന്ന് ഇങ്ങനെ ശരി, ബിസിനസ്സിൻ്റെ കാര്യമല്ലേ, അത് 1 മാസത്തിനുള്ളിൽ തന്നെ ശരിയാക്കാം, അപ്പൊ ഇങ്ങനെ പൈസ 1 മാസത്തിനുള്ളിൽ ശരിയാക്കാം എന്നാണ് അവളിങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PA പറയുന്നുണ്ട്, ഒരു മാസം ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ നീ ശരിയാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയും എന്നൊക്കെ ഇങ്ങനെ
പിയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് ശരി, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ എന്താടി നീ ഞാൻ പറയുന്നതിന് പരസ്പര ബന്ധമില്ലാതെയാണല്ലോ സംസാരിക്കുന്നത്, എൻ്റെ അരികിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിയെ. അതെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇപ്പം കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും എൻ്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമാക്കിയില്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും ദോഷം എന്നൊക്കെ പറഞ്ഞ പിയെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആരാ മോളെ ഈ പിയെ എന്ന് പറയുന്നത്? അപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അച്ഛൻ്റെയൊക്കെ ക്യാഷൊക്കെ അക്കൗണ്ട്സൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആണോ? അല്ല, മോളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ 3 കോടി രൂപ ഒക്കെ കാണുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി തട്ടിവിടുന്നുണ്ട്. 3 കോടിയോ? ആൻറ്റി എന്തായി പറയുന്നത്? 300 കോടിയെങ്കിലും കാണുമെന്ന് പറയുന്നതോടുകൂടി ചന്ദ്രയുടെ കിളി പോയി അങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ സത്യം മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് പൂജാമുറിയിൽ കയറിയിട്ട് ആ പൈസ എത്രയും വേഗം തനിക്ക് കിട്ടാനും അയാളെ ജയിലിൽ നിന്ന് എത്രയും വേഗം പുറത്തിറങ്ങാനും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനോടും ഈ ഒരു കാര്യം പറയുകയാണ്. ശ്രുതിയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ 300 കോടി രൂപയാണുള്ളത്. അവൾക്ക് വേണ്ടിയിട്ടല്ലേ, ആ ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ കിട്ടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഭയങ്കരമായി സന്തോഷിച്ചു നിൽക്കുന്ന നമ്മുടെ ചന്ദ്രനെയൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.